ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദേശ വിനോദസഞ്ചാരികളുടെ കടന്നുവരവിൽ ഇടുക്കി സർവകാല റെക്കോർഡിട്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജും ഫോട്ടോ ഫ്രെയിമുകളും മന്ത്രി നാടിന് സമർപ്പിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി ആറാഞ്ചി എസ്റ്റേറ്റിൽ കടുവയുടെ സാന്നിധ്യം. തൊഴിലാളി നേരിൽ കണ്ടത് 3 കടുവകളെ. കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വകുപ്പ്. മന്ത്രി റോഷി അഗസ്റ്റിനും ഇടത് സർക്കാരിനും വിമർശനം. ഭൂപ്രശ്നം പരിഹരിക്കുന്നതിലും വന്യജീവി ആക്രമണം തടയുന്നതിലും മന്ത്രിയും സർക്കാരും പരാജയമെന്ന് കേരള കോൺഗ്രസ് ജെ നേതാക്കൾ. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങൾ. നടപടി സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഈ വർഷം ആദ്യ 3 മാസത്തിൽ സംസ്ഥാനത്ത് വിദേശ സഞ്ചാരികളുടെ എണ്ണം ഏറ്റവും അധികം വർദ്ധിച്ച ജില്ല ഇടുക്കിയാണെന്നും ഇത് സർവകാല റെക്കോർഡാണെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെയും ഫോട്ടോ ഫ്രെയിമുകളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡ് കാലത്തിന് ശേഷമുള്ള സമയമെടുത്താൽ 186.29% അധികമാണ് വിനോദസഞ്ചാരികളുടെ വരവിലുണ്ടായ വർധനവ്. വിദേശ സഞ്ചാരികളുടെ കാര്യത്തിലും ഈ മുന്നേറ്റം കാണാം. ഈ വർഷം ആദ്യത്തെ 3 മാസം 53,033 വിനോദസഞ്ചാരികളാണ് ഇടുക്കിയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4% വർധനവാണ് ഉണ്ടായത്. ഇടുക്കി എല്ലാ നിലയിലും ചരിത്രം സൃഷ്ടിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു.
ഇടുക്കിയുടെ കുടിയേറ്റത്തിന്റെ ചരിത്രം കേരളത്തിലെ സാമൂഹിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കുടിയേറ്റ കർഷകർ വിയർപ്പൊഴുക്കി പരുവപ്പെടുത്തിയെടുത്തതാണ് ഇന്നത്തെ ഇടുക്കിയെന്നും ശില്പങ്ങളുടെയും ഇൻസ്റ്റലേഷനുകളുടെയും സഹായത്തോടെയാണ് ഈ ചരിത്രം വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ അടയാളപ്പെടുത്തുക എന്നും മന്ത്രി വ്യക്തമാക്കി. നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടം പൂർത്തിയായി. ഇതിനുവേണ്ടി 10 കോടി രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ 3 കോടി രൂപ പ്രയോജനത്തിലെത്തി നടത്തിയ പദ്ധതികളാണ് ഇന്ന് ബഹുമാനിയായ മന്ത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എല്ലാം ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ സ്മാരകങ്ങൾ, അനുബന്ധ ശില്പങ്ങൾ എല്ലാം രൂപപ്പെടുത്തി കഴിയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു നല്ല തുടക്കമാണ്. നമ്മുടെ നാടിന്റെ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്മാരകം ആരംഭിച്ചിരിക്കുന്നത് എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ, സി വി വർഗീസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മറ്റു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. വിനോദസഞ്ചാര സാധ്യത മുന്നിൽ കണ്ട് ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച കല്ലാറുകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. കല്ലാറുകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്ന് കരുതിയിരുന്ന പദ്ധതിയാണ് പൂർണ്ണമായി ഇല്ലാതായത്. 2019 കല്ലാറുകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. KSEB ഹൈഡൽ ടൂറിസവും മുതിരപ്പുഴ ടൂറിസം സൊസൈറ്റിയും സഹകരിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അണക്കെട്ടിൽ ബോട്ടിംഗ് ആരംഭിച്ചത് കല്ലാറുകുട്ടിയുടെ ടൂറിസം വികസനത്തിന് കരുത്താകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ച പദ്ധതി പതിയെ ഇല്ലാതായി. പിന്നീട് പൂർണ്ണമായി നിലച്ചു. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ സഞ്ചാരികൾ എത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രവർത്തനം താളം തെറ്റുകയായിരുന്നു. കല്ലാർകുട്ടിയുടെ വികസനത്തിന് കരുത്താകേണ്ടിയിരുന്ന പദ്ധതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പൂർണ്ണമായി ഇല്ലാതായത്. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കല്ലാർകുട്ടി ഡാമിൽ ബോട്ടിംഗ് ആരംഭിച്ച് ആരംഭവും അവസാനവും ഒരുപോലായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒന്നും അല്ലാതാക്കി കളഞ്ഞു. വെള്ളത്തൂവൽ, തോട്ടാപ്പുര, ചെല്ലിയാമ്പാറ, കല്ലാർകുട്ടി ഉൾപ്പെടെയുള്ളവർ നിരവധി കാഴ്ചകളുണ്ട്. പവർ ഹൗസുകളുടെ നാടാണ് വെള്ളത്തൂവൽ. അതുപോലെ തോട്ടാപ്പുരയിൽ വലിയൊരു തുറങ്കമുണ്ട്. കല്ലാറുട്ടി പ്രകൃതി രമണീയമായ ഈ ഡാമിലെ ബോട്ടിംഗ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ പദ്ധതി നിലയ്ക്കാൻ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിയ പദ്ധതി പൂർണ്ണമായി നിലച്ചതിൽ പ്രദേശവാസികൾക്കും നിരാശയുണ്ട്. പദ്ധതി പാളാനുണ്ടായ സാഹചര്യവും വിലയിരുത്തി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇടപെടലെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിൽ വീണ്ടും കടുവകളുടെ സാന്നിധ്യം. മാട്ടുപ്പെട്ടി ആറാഞ്ചി എസ്റ്റേറ്റിലാണ് തൊഴിലാളി കടുവകളെ നേരിൽ കണ്ടത്. കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. 3 ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം. രാത്രികാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനം വകുപ്പ്. നിരീക്ഷണത്തിന് ആറാഞ്ചിയുടെ 2 സംഘം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മൂന്നാറിലെ വിവിധ മേഖലയിൽ കടുവയുടെ ആക്രമണത്തിൽ ചത്തത് 200-ലധികം വളർത്തുമൃഗങ്ങളാണ്. ഇന്ന് രാവിലെയാണ് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ എസ്റ്റേറ്റ് വാച്ചർ സുരേഷ് ജനവാസ മേഖലയിലൂടെ 3 കടുവകൾ കടന്നു പോകുന്നത് നേരിൽ കണ്ടത്. കടുവയെ കണ്ട് സുരേഷ് മാറി നിന്നു. തുടർന്ന് കടുവകൾ സമീപത്തെ കാട്ടിലേക്ക് മറയുകയും ചെയ്തു. മുമ്പും മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. அங்கேருந்து 2T முடிஞ்சு வரும்போது நான் அங்கிட்டு கைட்டு திறந்து இங்கிட்டு வரும்போது ஃபஸ்ட்டு 1 வந்துருச்சு. அடுத்து 2 ரோட்டில் இருந்து தாண்டி 2 பின்னாடி வந்தது. நான் அங்கே நின்னாச்சு. நின்றுட்டு பார்த்துட்டு இங்கே உட்காந்துட்டு இருந்தவொன்னு நான் கொஞ்சம் அங்கிட்டு தள்ளி போயிடுச்சு. அந்த உடனே 2வது நான் கொஞ்சம் அங்கிட்டு மாறின உடனே ഇത് உள்ளே പോയിடுச்சு. വിവരമറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ എസ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ടെത്തിയ കാൽപ്പാടുകളിൽ നിന്ന് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിവിധ വലുപ്പത്തിലുള്ള 3 കടുവകളാണെന്നും കടുവകളെ നിരീക്ഷിക്കാൻ RRTയുടെ 2 സംഘത്തെ നിയോഗിച്ചതായും റേഞ്ച് ഓഫീസർ എസ് ബിജു പറഞ്ഞു. നമ്മൾ ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്.
അപ്പം നമ്മൾ പ്രധാനമായിട്ടും പഗ് മാർക്കുകൾ കണ്ടിട്ടുണ്ട്. അപ്പം വിവിധ വലിപ്പത്തിലുള്ള പഗ് മാർക്കുകളാണ്. അതിൽ നിന്ന് നമ്മൾ 3 കടുവകൾ ഉണ്ടെന്ന് അനുമാനിക്കുന്നു. പിന്നെ ദൃക്സാക്ഷി നൽകിയ വിവരവും 3 കടുവകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഇത് വനപ്രദേശമാണ്, ഡാമിനക്കരയും വനപ്രദേശമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റിലായിരിക്കും ഈ കടുവകൾ ഇവിടെ വന്ന് പെട്ടതെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അപ്പോൾ സ്ഥലം മൊത്തം പരിശോധിച്ചാൽ മറ്റ് മൃഗങ്ങളുടെ കില്ലൊന്നും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം കടുവ തുടർച്ചയായിട്ട് ഇവിടെ തങ്ങാനുള്ളൊരു സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഒരു 3 ദിവസത്തേക്ക് രാത്രിയിലും ഏർലി മോർണിംഗിലും നമ്മുടെ പരിശോധനകൾ RRT സംഘം 2 യൂണിറ്റായിട്ട് ഇവിടെ ഉണ്ടാവും. വരുന്ന 3 ദിവസത്തേക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നും വനംവകുപ്പ് തോട്ടം തൊഴിലാളികളോട് നിർദ്ദേശിച്ചു. അതേസമയം കടുവകളെ നിരീക്ഷിക്കുവാൻ RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ കടുവയുടെ ആക്രമണത്തിൽ 200-ലധികം വളർത്തുമൃഗങ്ങളാണ് ചത്തത്. സിറ്റി വിഷൻ, മൂന്നാർ. ജില്ലയിലെ വന്യമൃഗശല്യത്തിലും ഭൂപ്രശ്നങ്ങളിലും ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിമർശനവുമായി കേരള കോൺഗ്രസ് ജെ ജില്ലാ നേതൃത്വം. ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിലും വന്യജീവി ആക്രമണം തടയുന്നതിലും മന്ത്രി റോഷി അഗസ്റ്റിനും LDF സർക്കാരും പരാജയമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധനം പിൻവലിക്കാൻ സർക്കാർ തലത്തിൽ ഒരിടപെടലും നടക്കുന്നില്ല. ഭൂപ്രശ്ന പരിഹാരം അനന്തമായി നീളുന്നു. വന്യജീവി ആക്രമണം തടയുന്നതിലടക്കം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടുന്ന LDF സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം തീർത്തും നിരാശകരവും ഈ വിഷയം പരിഹരിക്കുന്നതിന് യാതൊരു സാഹചര്യവും ഉണ്ടാകാത്തതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ പ്രതിനിധീകരിക്കുന്ന ഇടുക്കി ജില്ലയിൽ പോലും ഇത്തരം ഗുരുതരമായ വിഷയങ്ങളുണ്ടായിട്ട് പരിഹരിക്കാൻ വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിച്ച് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി 18-ാം തീയതി കേരള കോൺഗ്രസ് കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിക്കും. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൺവെൻഷൻ നടത്തുകയാണ്. ഈ മാസം 18-ാം തീയതി മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ 3 മണിക്ക് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് XMD ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് മുതിർന്ന അംഗങ്ങളെ ആദരിക്കും. ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, ജോയി കൊച്ചുകരോട്ട്, ഫിലിപ്പ് മലയാറ്റ്, ചെറിയാൻ ജോസഫ്, ബിജു ജോൺ, OT ജോൺ തുടങ്ങിയവർ സംസാരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് തോമസ് പെരുമന, ജോയി കുടക്കച്ചിറ, ഫിലിപ്പ് G മലയാറ്റ്, ചെറിയാൻ ജോസഫ്, ബിജു വാലിന്മേൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. നെടുങ്കണ്ടം കരുണാപുരത്ത് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് മെമ്പർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. കരുണാപുരം പഞ്ചായത്ത് 2-ാം വാർഡിലെ വനിതാ അംഗമായ റാബി സിദ്ദിഖാണ് ഭീഷണിപ്പെടുത്തിയത്. നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയായ G സജീവനെയാണ് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ സജീവൻ ജില്ലാ കളക്ടർക്കും മുതിർന്ന പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകി. കരുണാപുരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നേരെ വനിതാ വാർഡ് മെമ്പർ വധഭീഷണി മുഴക്കിയതായാണ് പരാതി. 2-ാം വാർഡ് അംഗമായ കോൺഗ്രസ് പ്രതിനിധി റാബി സിദ്ദിഖിനെതിരെയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ജോയിന്റ് ഡയറക്ടർക്കും കളക്ടർക്കും പരാതി നൽകിയത്. പഞ്ചായത്തിലെ പുഴയിലേക്കും തോടുകളിലേക്കും മാലിന്യങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചതോടെ പലതവണ മെമ്പർ ഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു. ഏറ്റവും ഒടുവിൽ ബുധനാഴ്ച നടന്ന പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷവും ഉദ്യോഗസ്ഥനോട് പ്രകോപനപരമായി സംസാരിക്കുകയും നോക്കി നടന്നില്ലെങ്കിൽ പിറകിൽ നിന്ന് വണ്ടിയിടിച്ച് കഴിയുമ്പോൾ എല്ലാം അവസാനിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന പരാതിയിൽ പറയുന്നു. എന്നോട് ഇത് സംബന്ധിച്ചൊരു ഭീഷണി ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഇതെനിക്ക് ഗൗരവമായിട്ട് എടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാനും ബഹുമാനപ്പെട്ട എൻ്റെ മേലധികാരികളായ ജില്ലാ ജോയിന്റ് ഡയറക്ടർക്കും ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർക്കും ഞാൻ പരാതി കൊടുത്തത്. ആ പരാതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. മെമ്പറുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ അപേക്ഷ.
എന്നാൽ താൻ തമാശ പറഞ്ഞതാണെന്നാണ് പഞ്ചായത്ത് അംഗത്തിന്റെ വിശദീകരണം. തന്നെ മോശപ്പെടുത്തുവാൻ ചിലർ ശ്രമിക്കുന്നതായും സ്ത്രീത്വത്തെ അപമാനിക്കുവാൻ ശ്രമിച്ചതായി കാണിച്ച മെമ്പർ കമ്പംമെട്ട് പോലീസിൽ പരാതി നൽകിയെന്നും ഇവർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങൾ. മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സാഹചര്യത്തിൽ ഭക്ഷണ വിൽപ്പനശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് നീക്കം. മൂന്നാറിലെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങളുടെ ഇടപെടൽ. മധ്യവേനൽ അവധി ആരംഭിച്ചതു മുതൽ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ ചെറുകിട ഭക്ഷണ വിൽപ്പനശാലകളിൽ മുതൽ വൻകിട ഹോട്ടലുകളിൽ വരെ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വഴിയോരങ്ങളിലടക്കം ലഘുഭക്ഷണശാലകളുടെ എണ്ണവും വലിയ തോതിൽ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വിഭാഗങ്ങൾ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ എല്ലാ കടകളിലും ഫുഡ് സേഫ്റ്റിയുടെയും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും പരിശോധന ശക്തമായി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മൂന്നാർ മേഖലയിൽ വരുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് പുറത്തുനിന്ന് പറയുമ്പോൾ മൂന്നാറിൽ വന്നു ഭക്ഷ്യവിഷാദം ഏറ്റുന്നതാണെങ്കിൽ പോലും ഇത് ഏത് ഏരിയ ആണെന്നൊക്കെ പറയാനായിട്ട്, അതായത് വട്ടവട, ചിന്നക്കനാൽ, ശനവറ, അങ്ങ് മറയൂർ വരെയുള്ള ഏത് ഏരിയയിലാണെങ്കിലും പോയിട്ട് നല്ല ആൾക്കാർ പറയുന്നത് മൂന്നാർ പോയി അവിടുന്ന് കഴിച്ചു എന്നുള്ള രീതിയിലാണ്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഭക്ഷണ വിൽപ്പനശാലകളിൽ ശുചിത്വവും ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് നീക്കം. മൂന്നാറിലെ ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച ചില പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഭക്ഷ്യസുരക്ഷ ആരോഗ്യ വിഭാഗങ്ങളുടെ ഇടപെടൽ. ഇടുക്കി ജില്ലയിൽ പ്രീ മൺസൂൺ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആകെ 3 സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഈ മെയ് 2 മുതൽ പരിശോധനകളും സാമ്പിളിങ്ങും എല്ലാം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഈ ഒരു സീസണിൽ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. തട്ടുകടകൾ, അതുപോലെ സ്ട്രീറ്റ് വെൻഡേഴ്സ്, കൂടാതെ ഹോട്ടലുകൾ, ഇവ കേന്ദ്രീകരിച്ച് തുടർന്ന് പരിശോധനകൾ നടത്തി വരും. ഭക്ഷണ വിൽപ്പനശാലകളുടെ പരിസര ശുചിത്വവും ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്നതിന്റെയും പാചകം ചെയ്യുന്നതിന്റെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഹോട്ടലുകളും വഴിയോര ഭക്ഷണ വിൽപ്പനശാലകളും പ്രവർത്തിക്കുന്നില്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. ഹോട്ടലുകളിലും വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളിലും തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ശുചിത്വവും പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഭക്ഷണ വിൽപ്പന നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് ഭക്ഷ്യസുരക്ഷ ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. കഴിഞ്ഞ 6 ദിവസമായി നടന്നു വന്നിരുന്ന രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി. ആറാട്ട് പൂജയോടെയാണ് ഹൈറേഞ്ചിന്റെ പൂരം എന്നറിയപ്പെടുന്ന ഉത്സവത്തിന് കൊടിയിറങ്ങിയത്. കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് ഭക്തരാണ് ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങിയത്. കഴിഞ്ഞ 11-നാണ് രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായത്. 6 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിൽ വിവിധ ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളായിരുന്നു സംഘടിപ്പിച്ചത്. ജില്ലയിൽ ഏറെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് രാജാക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ. ഇത്തവണയും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നലെ ആറാട്ട് മഹോത്സവത്തോടെ ഉത്സവത്തിന് കൊടിയിറങ്ങി. ആറാട്ട് ദർശനത്തിനും 100-കണക്കിന് ഭക്തരാണ് എത്തിയിരുന്നത്. ആറാട്ട് ദർശനം ഓരോ ഭക്തന്റെയും മനസ്സ് ശുദ്ധീകരിച്ച് ദൈവിക ചിന്തയോടെ മുമ്പോട്ട് നയിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും എല്ലാ ദിവസവും അന്നദാനമടക്കം ഏർപ്പെടുത്തിയിരുന്നു. ഒരു നാടൊന്നാകെ ആഘോഷമാക്കി മാറ്റിയ ഉത്സവത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച മതസൗഹാർദ്ദ കൂട്ടായ്മയ്ക്കും മർച്ചന്റ് അസോസിയേഷനും മറ്റു വിവിധ സംഘടനകൾക്കും ഭക്തജനങ്ങൾക്കുമടക്കം നന്ദി രേഖപ്പെടുത്തുന്നതിനായി ഉത്സവ കമ്മിറ്റി ചെയർമാൻ സാബു വാവലക്കാട്ട്, വൈസ് ചെയർമാൻ VS ബിജു വെട്ടുകല്ലമ്മാക്കൽ, കൺവീനർ KP സജീവ് എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇനിയൊരു ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ,
നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. പശ്ചിമ കൈലാസനാഥനായും സഹ്യാദ്രിയിലെ സൂര്യതേജസ്സായും വാണരുളുന്ന രാജക്കാട് മഹാദേവൻ. ഈ ദേശത്തിന്റെ ദേശീയ ഉത്സവമായ രാജക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അതിവിശേഷവും പ്രശസ്തവുമായ തിരുവുത്സവം 2025 മെയ് മാസം 11 തീയതി മുതൽ 16 വരെ നടത്തപ്പെടുന്നു. SNDP രാജക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, ശാഖായോഗം പ്രസിഡന്റ് സാബു പാവനക്കാട്ട്, യോഗം കൗൺസിലർ KD രമേശ്, യൂണിയൻ സെക്രട്ടറി ലതീഷ് കുമാർ KS, ശാഖായോഗം വൈസ് പ്രസിഡന്റ് VS ബിജു വെട്ടുകല്ലുമാക്കൽ, സെക്രട്ടറി KP സജീവ് കണ്ണശ്ശേരിയിൽ, വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഷിബു, സെക്രട്ടറി ശുഭ ബൈജു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീരാജ് മധുരമറ്റത്തിൽ, സെക്രട്ടറി അജിത് വിനോദ് ചാത്തമ്പുരയിൽ എന്നിവർ രക്ഷാധികാരികളായും മതസൗഹാർദ്ദ കൂട്ടായ്മകളുടെയും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ഉത്സവത്തിനായി കൊടിയേറ്റുന്നു. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും നടത്തപ്പെടുന്നു. മെയ് 14 തീയതി ഉത്സവ ബലിയും മെയ് 15 തീയതി വ്യാഴാഴ്ച ചരിത്രപ്രസിദ്ധമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയും വലിയ മേളവും പള്ളിവേട്ട മകൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷനാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ച് വേണം. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സിനായിരിക്കും. ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ സമയത്ത് പണി തീർത്ത് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ, ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്തേ. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. കോൺടാക്ട് 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വീണ്ടും വാർത്തയിലേക്ക്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ നവീകരണം പൂർത്തിയാക്കിയ കൂട്ടിക്കൽ കൊക്കയാർ 35 മൈൽ റോഡിന്റെയും 35 മൈൽ തെക്കേമല റോഡുകളുടെയും ഫലകമനാച്ഛാദനം വാഴൂർ സോമൻ MLA നിർവഹിച്ചു. അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമായ തേക്കടിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കുട്ടിക്കൽ കൊക്കയാർ 35 മൈൽ റോഡ്. കൊക്കയാർ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഈ റോഡിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി 2021-2022 ബഡ്ജറ്റിൽ അനുവദിച്ച 10 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 35 മൈൽ മുതൽ കുട്ടിക്കൽ പാലം വരെയുള്ള 6 കിലോമീറ്റർ ദൂരം 5.5 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന് ആവശ്യ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുണ്ട്. ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ വള്ളിയാങ്കാവ് ക്ഷേത്രത്തിലേക്കും വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേട്ടിലേക്കും പോകുന്ന പ്രധാന റോഡാണ് 35 മൈൽ തെക്കേമല റോഡ്.
പെരുവന്താനം പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ റോഡിന് ശബരിമല ഫെസ്റ്റിവൽ 2022-23 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.5 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 35 മൈൽ മുതൽ തെക്കേമല വരെയുള്ള 6.85 കിലോമീറ്റർ ദൂരം 5.5 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന് ആവശ്യ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുണ്ട്. മകരവിളക്ക് ദർശനത്തിന് പഞ്ചാലിമേട്ടിലേക്കുള്ള ബദൽ പാതയായി ഈ റോഡ് ഉപയോഗിക്കാറുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുര്യൻ സി ജോർജ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ്, കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്, പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ KT ബിനു, പ്രിയ മോഹനൻ, അൻസൽന സക്കീർ, മേരിക്കുട്ടി ബിനോയ്, ഷാജി പുല്ലാട്ട് എന്നിവരും ചെറുകിടത്തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PS രാജൻ തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, പീരുമേട്. ഇടുക്കി വണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ യുവാവ് കൊക്കയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. ചീങ്കൽ സിറ്റി സ്വദേശി സാംസൺ ആണ് അപകടത്തിൽപ്പെട്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി. പുലർച്ചെയാണ് അപകടം. സുഹൃത്തുക്കൾക്കൊപ്പം കോട്ടപ്പാറയിലെത്തിയ സാംസൺ പാറയിൽ നിന്ന് കാൽ വഴുതി 70 അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. പരിക്കേറ്റ സാംസണെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് ശവപുഷ്പം എന്നറിയപ്പെടുന്ന പൂവ്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ പൂങ്കുല ഇപ്പോൾ ഇടുക്കി രാമക്കൽമേട്ടിലെത്തിയാലും കാണാൻ കഴിയും. ഇതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവായ റഫ്ലേഷ്യ അർണോൾഡിയെയും കണ്ട് പരിചയപ്പെടാം. ഇതാണ് ടൈറ്റാൻ ആരം എന്ന ഭീമൻ പൂവ്. ഇതിന് ഏകദേശം 3 മീറ്റർ വരെ ഉയരം വയ്ക്കാൻ കഴിയും. ടൈറ്റാൻ ആരം ഇന്തോനേഷ്യയിലെ സുമാത്രയിലെ മഴക്കാടുകളിൽ നിന്നുള്ളതാണ്. ഇവ വളരെ അപൂർവമായി മാത്രമേ പുഷ്പിക്കാറുള്ളൂ. സാധാരണയായി 7-10 വർഷത്തിലൊരിക്കൽ മാത്രം. പൂങ്കുല ഏതാനും ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കൂ. ശവപുഷ്പമെന്നും ഇത് അറിയപ്പെടുന്നു. വിരിയുമ്പോൾ ചീഞ്ഞ മാംസത്തിന്റെ രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്നു. പക്ഷെ നമ്മുടെ ഇടുക്കിയിലെ ഈ ഭീമൻ പൂങ്കുല സുഗന്ധമാണ് പരത്തുന്നത്. അതിന് കാരണം ഇത് മനുഷ്യനിർമ്മിതമാണ്. പ്രിൻസ് ഭുവനചന്ദ്രൻ എന്ന കലാകാരനാണ് ഈ അപൂർവ കലാസൃഷ്ടി നടത്തിയിട്ടുള്ളത്. 3 മീറ്ററോളം ഉയരത്തിൽ തകിടും തുണിയും മറ്റും ഉപയോഗിച്ചാണ് സൃഷ്ടി പൂർത്തീകരിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ഉണ്ടാകാത്ത ഒരു സാധനം കുട്ടികൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയത്. നേരത്തെയും സ്കൂളുകൾക്കും മറ്റ് ഇതിനു വേണ്ടിയൊക്കെ പല ഇത് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഡീറ്റെയിലുകൾ കണ്ടുപിടിച്ച് അപ്പോൾ അതിൻ്റെ അതേ വലിപ്പത്തിലും ഉയരത്തിലും ഇതാണ്ട് ഒരു 1.5 മീറ്ററോളം വലിപ്പം വെക്കുന്ന ഒരു പൂവാണ്. ഏതാണ്ട് 12 അടിയോളം ഹൈറ്റ് വെക്കും. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പൂവ് കൂടി കാണാം. റഫ്ലേഷ്യ. ഇതിന് 1 മീറ്ററിലധികം വ്യാസവും 10 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകാം. ഇവ ഇലകളോ തണ്ടുകളോ വേരുകളോ ഇല്ലാത്ത ഒരു പരാത സസ്യമാണ്. ഇതും അതേ പകിട്ടോടുകൂടി തന്നെ പ്രിൻസ് നിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പൂവും പൂങ്കുലയും അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു സൃഷ്ടിയും കൂടെ ഉണ്ടാക്കി. ഇതും ഇരുമ്പ് ചട്ടി, ഷീറ്റുകൾ, ഇരുമ്പ് തകിടിൽ റെഡിയാക്കി എടുത്തിട്ട് അകത്ത് അതിൻ്റെ ആ തവര ഇതള പോലുള്ള ഒരു ഇതുണ്ടാക്കി. ഇത് പൂക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്നും കാണാനൊന്നും കഴിയില്ല, കാരണം അത്രയ്ക്കും സ്മെല്ലായിരിക്കും. വ്യത്യസ്തങ്ങളായ നിരവധി നിർമ്മിതികൾ പ്രിൻസ് ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. ഇവയെല്ലാം വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ വേറിട്ട കാഴ്ചയായി നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും അപൂർവങ്ങളായ ഈ പൂക്കളെ കാണുവാൻ വരും ദിവസങ്ങളിൽ നിരവധി പേർ എത്തുമെന്നാണ് പ്രിൻസിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലെ നെഹ്റു യുവ കേന്ദ്രയുടെ പേര് തിരുത്തി മേരാ യുവ ഭാരത് എന്നാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയും നെഹ്റു യുവകേന്ദ്ര എന്ന് ആലേഖനം ചെയ്തതും നെഹ്റുവിന്റെ ചിത്രവും അടങ്ങിയ ബോർഡ് ജില്ലാ ഓഫീസിന് മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ മുൻനിര കോൺഗ്രസ് നേതാക്കളുടെ ഓർമ്മകളെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം തിരുത്തപ്പെടണമെന്നും
സ്ഥാപനങ്ങളുടെ പേര് മാറ്റിയതുകൊണ്ട് ഇല്ലാതാവുന്നതല്ല നെഹ്റുവിന്റെ ചരിത്രമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. 2017 രാജ്യവ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ച ഈ ശ്രമം രാജ്യം ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരെ പൊരുതുന്ന സമയത്ത് തന്നെ നടപ്പാക്കുന്നത് ജനരോഷം ഭയന്നാണ്. ജവഹർലാൽ നെഹ്റു എന്ന പേര് പരാമർശിക്കാതെ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു വരി പോലും എഴുതാൻ ആർക്കും സാധിക്കില്ല. നെഹ്റുവിന്റെ കാലക്രമേണ ചരിത്രത്തിൽ നിന്ന് മാറ്റിമറിക്കുകയെന്ന RSS അജണ്ട മതേതര രാഷ്ട്രത്ത് വില പോകില്ല എന്നും നേതാക്കൾ വ്യക്തമാക്കി. 1972 ചാച്ചാദി നെഹ്റു യുവകേന്ദ്ര എന്ന് പറഞ്ഞ പേര് ഉണ്ടാക്കുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാക്കുന്ന പ്രിയപ്പെട്ട നെഹ്റുവിനെ പറ്റി ഇല്ലായ്മപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള RSS മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളെ നമ്മൾ തെറിച്ചോടിക്കുകയും, നമുക്കറിയാം ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നെഹ്റു ഉണ്ടാക്കി തന്ന പല യൂണിവേഴ്സിറ്റികളും ഈ രാജ്യത്തെ മുഴുവൻ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ UUC സഹിതം എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന പ്രിയപ്പെട്ട നെഹ്റുവിനെ പോലുള്ള രാജ്യത്തെ പ്രധാനമന്ത്രി ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആ രാജ്യത്തെ നെഹ്റുവിനെ തള്ളിപ്പറയുകയും ഈ രാജ്യത്തെ നെഹ്റു ഇല്ലായ്മപ്പെടുത്തുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും RSS പോലുള്ള BJP സംഘടന നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ നെഹ്റുവിനോ ഈ രാജ്യത്തെ ഗാന്ധിജിക്കോ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമുക്കിവിടെ എല്ലാവർക്കും അറിയാം. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ്, ഷാരി ബിനു ശങ്കർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാനു ഷാഹുൽ, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ജോജോ ജോസഫ്, മണ്ഡലം പ്രസിഡന്റുമാരായ റഹ്മാൻ ഷാജി, ജോസിൻ തോമസ്, ജോസ് കെ പീറ്റർ, ഫിലിപ്പ് ജോമോൻ, അബിൻ ജോയി, ലിനോ മാത്യു, ടിനു ദേവസ്യ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉപ്പുതറ. ആശ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അഫി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കായുള്ള ചലന സഹായ വിതരണം വണ്ടിപ്പെരിയാറിൽ നടത്തി. പീരുമേട് MLA വാഴൂർ സോമൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജന്മന അംഗവൈകല്യം സംഭവിച്ചവർക്കും അപകടങ്ങളിൽ മറ്റും ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാരായവർക്കും സഹായം എത്തിക്കുന്നതിനായി 2008 ആശ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ അഫി ട്രസ്റ്റ് ചെന്നൈ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് സൗത്ത് ഇന്ത്യ ഒട്ടാകെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി 28,000-ലധികം പേർക്ക് ചലന ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. ട്രസ്റ്റിന്റെ 4ാമത് ചലന സഹായി വിതരണമാണ് വണ്ടിപ്പെരിയാർ വാളാടിയിൽ വെച്ച് നടന്നത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പീരുമേട് MLA ചലന സഹായി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ പരിപാടി ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഒരു പറ്റം മനുഷ്യസ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് അഫി ട്രസ്റ്റ് എന്നുള്ളത് ഏവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ്. നല്ലൊരു കയ്യടി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ചേർന്ന് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഞാൻ തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട സണ്ണി നടക്കുന്ന കാഴ്ച നമ്മളേവരും കണ്ടു. മനസ്സിന് സന്തോഷം പകരുന്ന കാഴ്ചയാണ്. അത് കുറച്ച് ദിവസം കൂടെ ട്രെയിനിങ് ആയി കഴിയുമ്പോൾ നല്ല വേഗത്തിൽ നടക്കാൻ കഴിയും. അഫി ട്രസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ M ഗണേശൻ സ്വാഗതം ആശംസിച്ചു. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ മണികണ്ഠൻ ലക്ഷ്മണൻ പദ്ധതി വിശദീകരണം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, വാളാടി CSI ചർച്ച് വികാരി ഫാദർ ജോൺ വിൽസൺ, അഫി ട്രസ്റ്റ് ബോർഡ് മെമ്പർ ജെന്നിഫർ ജ്ഞാനരാജ്, കോർഡിനേറ്റർ ഉഷ ഭരദ്വാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 200ഓളം പേർക്ക് കൃത്രിമ കാൽ, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, കൃത്രിമ ക്രൈ വാക്കർ തുടങ്ങിയ ചലന സഹായികൾ വിതരണം ചെയ്തു. സിറ്റി വിഷൻ വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ വിനോദസഞ്ചാരികളുടെ കടന്നുവരവിൽ ഇടുക്കി സർവകാല റെക്കോർഡിട്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജും ഫോട്ടോ ഫ്രെയിമുകളും മന്ത്രി നാടിന് സമർപ്പിച്ചു. മൂന്നാർ മാട്ടുപ്പെട്ടി ആറാഞ്ചി എസ്റ്റേറ്റിൽ കടുവയുടെ സാന്നിധ്യം. തൊഴിലാളി നേരിൽ കണ്ടത് 3 കടുവകളെ.
കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വകുപ്പ്. മന്ത്രി റോഷി അഗസ്റ്റിനും ഇടത് സർക്കാരിനും വിമർശനം. ഭൂപ്രശ്നം പരിഹരിക്കുന്നതിലും വന്യജീവി ആക്രമണം തടയുന്നതിലും മന്ത്രിയും സർക്കാരും പരാജയമെന്ന് കേരള കോൺഗ്രസ് ജെ നേതാക്കൾ. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങൾ. നടപടി സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമാ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്.